നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ട് തന്നെയല്ല. എൻ്റെ കണ്ണുകളൊക്കെ നോക്കും, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഫുള്ള് ഈ മൊബൈൽ ഇങ്ങനെ നോക്കി നോക്കി ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് നിമിഷവും എന്തും സംഭവിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ ഇറാനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നായിരുന്നു. അമേരിക്കയും അതെ ട്രംപ് ഏത് നിമിഷവും മറ്റേ മൊത്തം ആളുകളിനെയും അതേപോലെ ഈ ഇറാൻ്റെ ആളുകളെ മൊത്തം ചുട്ടരിക്കും, അതേപോലെ നാട് മൊത്തം നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എഴുതിയ കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മാരെങ്ങാനും വലിയ ആ ഒരു ന്യൂക്ലിയർ ബോംബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുള്ള ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങാനും കൊണ്ടുപോയി ഇടുക എന്നുണ്ടെങ്കിൽ ഇറാന് മാത്രമല്ല, അതിൻ്റെ അടുത്തുള്ള മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് ഏകദേശം 10-12 നാടുകൾ മൊത്തം ഇതാവും. അതേപോലെ നമ്മുടെ മലയാളികളും അതേപോലെ തന്നെ ഇന്ത്യക്കാർ എല്ലാവരും കൂടിയിട്ട് 1 കോടി പേരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാർ തന്നെ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചത് എത്രയും പെട്ടെന്ന് അവസാനിക്കണേ, ഒരു ഒത്തുതീർപ്പിലേക്ക് വരണേ നിങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വന്നത്, ഇത് ഒത്തുതീർപ്പിലേക്ക് വന്നു, ഏകദേശം യുദ്ധം അവസാനിച്ചു എന്നുള്ളൊരു ന്യൂസ് വന്നപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പോഴാണ് ഞാൻ ഇത്തിരി സമാധാനത്തിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയത്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. തൽക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു 2 ആഴ്ചക്കാണ് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ ആക്കിയിരിക്കുന്നത്. ഇറാൻ്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊണ്ട് തന്നെ അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കടലെടുക്ക് ഇപ്പം ഇനി വീണ്ടും തുറക്കും. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഗ്യാസും എണ്ണയും സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങും. അതേപോലെ തന്നെ ഗ്യാസിൻ്റെ വില കുറയുന്നൊന്നും വിചാരിക്കേണ്ട, വില കുറയുന്നില്ല. പക്ഷെ നമുക്ക് ക്ഷാമമില്ലാത്ത രീതിയിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേഗം കിട്ടും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ടോൾ പിരിവ് എന്തായാലും ഇറാന് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അത് ഏകദേശം ഒരു കപ്പൽ വരുമ്പോൾ തന്നെ 5-8 കോടി ഉറുപ്പിക അവിടെ കെട്ടിയിട്ടാണ് ഓരോ കപ്പലിനെയും കടത്തി നിർത്തുക. അതും അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ട്. അതേപോലെ മിഡിൽ ഈസ്റ്റിലുള്ള മിലിറ്ററി ബേസ് ഉണ്ടല്ലോ, അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഒക്കെ അവിടെ നിന്നൊക്കെ കാലിയാക്കണം, അവിടെ നിന്നൊക്കെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അമേരിക്ക അംഗീകരിച്ചു എന്ന് തന്നെ പറയുന്നത്. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ ഈ ഒരു നാശനഷ്ടങ്ങളുടെ ഉള്ള എമൗണ്ട് ഉണ്ടല്ലോ, ഏകദേശം ഒരുപാട് കോടിക്കണക്കിന് രൂപ ഉണ്ട്, അതും അമേരിക്ക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് അമേരിക്ക സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. താൽക്കാലികമായിട്ടാണ് ഒരു 2 ആഴ്ചക്കാണ് നിർത്തിക്കുന്നത്. ഇനി 2 ആഴ്ച കഴിഞ്ഞ് ഇനി എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. അത് പൂർണ്ണമായിട്ടും ഇനി യുദ്ധം വരാതിരിക്കട്ടെ, എല്ലാം അവസാനിക്കട്ടെ, എല്ലാം ഒത്തുതീർപ്പിൽ തന്നെ അവസാനിക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ആ ഒരു സന്തോഷം വന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇന്നലെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടോ. അതുകൊണ്ട് ഇന്നലെ രാത്രി ഫുള്ള് ന്യൂസ് നോക്കിക്കൊണ്ടേ തന്നെ ഇരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ മലയാളികളുണ്ടല്ലോ, നമ്മുടെ ഒരുപാട് പേര് വീഡിയോ കാണുന്ന ആളുകാരൊക്കെ മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ മലയാളികൾ തന്നെ ഏകദേശം 40-50 ലക്ഷം പേര് അവിടെ ഉണ്ട്, ഗൾഫ് നാടുകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കാര്യം നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ സന്തോഷമായിക്കോളൂ എല്ലാവർക്കും. അതേപോലെ തന്നെ ഇനി ഗ്യാസ് വരും, പെട്രോൾ വരും, അതേപോലെ മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ഇനി വില കുറയാൻ ചാൻസ് ഉണ്ട്. 2 ആഴ്ചയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ വീണ്ടും വെള്ളിയാഴ്ച വീണ്ടും അടുത്ത ചർച്ച ഉണ്ട്. ഇനിയിപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്നുള്ള അറിയില്ല. ഇവന്മാരനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇവന്മാരിപ്പോൾ 2 ആഴ്ച എന്ന് പറഞ്ഞിട്ട് ഇനി ഫുള്ള് വീണ്ടും ആയുധം കൊടുത്ത് നിറച്ചതിന് ശേഷം വീണ്ടും അടിക്കാൻ തുടങ്ങുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലാത്ത. എന്താ വെച്ചാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ലേയും കൂടിയിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു വലയിലാണ് ഈ ഒരു ലോകം മുഴുവനുള്ളത്. അമേരിക്കയും അത് തന്നെ, ഇസ്രായേലിൻ്റെ ഒരു കളിപ്പാവ പോലെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും. പകുതി മുക്കാലും, എല്ലാ ആളുകളും എന്നല്ല, ഏകദേശം ഒരു 70% അങ്ങനെയാണ്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞത് എന്താണോ അതന്നെ അമേരിക്കയും ചെയ്യുള്ളൂ. അമേരിക്കയ്ക്കും വേറെ വഴിയൊന്നുമില്ല, ട്രംപിനും വേറെ വഴിയൊന്നുമില്ല. ട്രംപിന് എത്രയോ ദിവസങ്ങളായി യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞിട്ട് ട്രംപിന് ഭയങ്കര ഇത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു കടുംപിടുത്തമുള്ള കാരണം കൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് എല്ലാം ഇപ്പോൾ അവസാനിച്ചാൽ എന്തായാലും ഒരു സന്തോഷം. ഈ ഒരു 2 ആഴ്ച എന്നുള്ളത് അത് ഒരുപാട് വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ.